കോഴിക്കോട് നിന്നും 240 കിലോമീറ്റർ അകലെ കർണാടകയിലെ മൈസൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ് രംഗണതിട്ടു. ഈ രംഗണതിട്ടു ബേർഡ് സാങ്ച്വറിയിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ് ഈ രംഗണതിട്ടു ബേർഡ് സാങ്ച്വറി. ശ്രീരംഗപട്ടണത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയും മൈസൂരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രംഗണതിട്ടു ബേർഡ് സാങ്ച്വറിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രംഗണതിട്ടുവിൻ്റെ എൻട്രി. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാലാണ് പാർക്ക് ഇരിക്കുന്നത്. രംഗണതിട്ടു ബേർഡ് സാങ്ച്വറിയുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ 60 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. 1940 രംഗണതിട്ടു ബേർഡ് സാങ്ച്വറി നിലവിൽ വരുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബേർഡ് സാങ്ച്വറികളിൽ ഒന്നാണ് രംഗണതിട്ടു. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലിയാണ് ഈ പ്രദേശത്തെ പക്ഷികളുടെ പ്രജനന കേന്ദ്രത്തെ മനസ്സിലാക്കുകയും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണെന്ന് അന്നത്തെ മൈസൂർ മഹാരാജാവിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. മുതിർന്നവർക്ക് 75 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ഫോറിനേഴ്സിനാകുമ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലെ ക്യാമറയുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനനുസരിച്ച് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്യാമറയുടെ ഫോക്കൽ ലെങ്ത്ത് ബിലോ 200 mm ആണെങ്കിൽ 150 രൂപയും എബവ് 200 mm ആണെങ്കിൽ 600 രൂപയും ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളിലൊന്നായ കാവേരിയുടെ തീരത്താണ് 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന രംഗണതിട്ടു ബേർഡ് സാങ്ച്വറി ഉള്ളത്. ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതിയും പരിസ്ഥിതിയും എല്ലാം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതായിട്ടുള്ളതും മൈഗ്രേറ്ററി ആയിട്ടുള്ള ബേർഡ്സിനെല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡിംഗ് സ്പോട്ടാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിൻ്റർ സീസണാണ് ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയം, നവംബർ മുതൽ ഫെബ്രുവരി വരെ. പക്ഷേ ഞങ്ങൾ പോയത് മാർച്ചിലായിരുന്നു. മാർച്ചിലാണെങ്കിൽ കൂടെ തന്നെ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബേർഡ്സ് ആക്ടിവിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷികൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. മുതലകൾ, കുരങ്ങന്മാർ, കുറുനരി, മുള്ളംപന്നി, മരപ്പട്ടി, വിവിധയിനം പാമ്പുകൾ, വവ്വാൽ, ഇങ്ങനെയുള്ള ജീവികളും ഇവിടെ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റിവർ സൈഡിൽ കാണാൻ പറ്റുന്നത് ലക്ഷക്കണക്ക് ബേർഡ്സിനെയാണ്. ഈ ലക്ഷക്കണക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു 10,000 കണക്കാക്കാം. പക്ഷെ അതിലെന്തായാലും കുറയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്കും ബേർഡ്സാണ് ഇവിടെ. ഇവിടെ തന്നെ നമുക്ക് ബോട്ടിംഗ് സൗകര്യമുണ്ട്. ബോട്ടിങ്ങിന് ഇതുപോലെ മുതിർന്നവർക്ക് ഇവർ 100 രൂപയും കുട്ടികൾക്ക് 35 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് വന്നു. ഇപ്പോൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബോട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം. ലൈഫ് ജാക്കറ്റ് ധരിക്കാത്ത ആരെയും ഇവർ ബോട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ബോട്ടിംഗ് ഒരു രസമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണത്. കാരണം നമ്മുടെ ബോട്ടിൻ്റെ അടുത്തൂടെയൊക്കെ ഈ പെലിക്കണൊക്കെ ഇങ്ങനെ പറന്നു പോകും. നമുക്ക് റിവറിൽ മുതലകളെ കാണാം. അത് മാത്രമല്ല, ഇവർ ബോട്ട് തുഴഞ്ഞ് നമ്മളെയും കൊണ്ട് ഇവിടെയുള്ള ബേർഡ്സിൻ്റെയൊക്കെ കോളനികളുണ്ടാവും, കൂട് വെച്ച് താമസിക്കുന്നത്. അതിൻ്റെ അടുത്തൊക്കെ ഇവർ കൊണ്ടുപോകും നമ്മളെ. ഇതാണ് പെയിൻറ്റഡ് സ്റ്റോക്ക്. പെയിൻറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മലയാളത്തിൽ വർണ്ണ കൊക്കുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണിത്. ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പാറക്കെട്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ദ്വീപ് പോലത്തെ സ്ഥലങ്ങളിലും എല്ലാം ഇത്തരം മുതലകൾ ഇങ്ങനെ കയറി കിടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ. ഇതാണ് സ്പോട്ട് ബിൽഡ് പെലിക്കൺ. ഇവിടെ ഒരുവിധം എല്ലാ മരങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും
ഇവരെ കാണാൻ പറ്റും. പെയിൻറ്റഡ് സ്റ്റോക്കും അതുപോലെ തന്നെ സ്പൂൺ ബിൽ എന്ന് പറഞ്ഞ പക്ഷികളുടെ ഒരു കൂട്ടമാണിതായി കാണുന്നത്. ഇവിടെ ഒരാൾ ചിറക് വിരിച്ചു വെച്ചിട്ട് അത് ഉണക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ആദ്യം ഈ ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലയെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒഴിഞ്ഞ പാറക്കെട്ടുകളോ അല്ലെങ്കിൽ ദ്വീപ് പോലത്തെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുതലകൾ കയറി കിടക്കുന്നു. ഒരെണ്ണം അത് അവിടെ കയറി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ നമ്മളെ കൊണ്ടുവന്നത് ഏഷ്യൻ ഓപ്പൺ ബിൽ എന്ന് വിളിക്കുന്ന പക്ഷികളുടെ കോളനിക്ക് അടുത്തേക്കാണ്. ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഈ ചെറിയ ചെറിയ ചെടികൾ എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാട്ടർ ബേർഡ്സിനെ അവിടെ കാണാൻ പറ്റും. ഇതാണ് ഏഷ്യൻ ഓപ്പൺ ബിൽ. അപ്പോൾ നമ്മൾ പലരും ഇതിനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നൊരു പക്ഷിയാണിത്. ഏകദേശം 170-ലധികം വിവിധതരം പക്ഷികളെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോടടുപ്പിച്ചാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള പാറപ്പുറത്തും അപ്പുറത്തുള്ള ദ്വീപിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ മുതലകൾ ഇങ്ങനെ വന്ന് വെയിൽ കായാൻ കിടക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ബോട്ടിങ് ഏകദേശം കഴിയാറായി. ഞങ്ങളിത് തീരത്തോടടുത്ത് വരികയാണ്. നമ്മളിവിടെ വന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറക്കുന്ന പെലിക്കൻ ഉണ്ടല്ലോ, ഈ പെലിക്കൻ ഇങ്ങനെ പറന്ന് വന്ന് പുഴയോട് ചേർന്ന് പറന്ന് ഇതിൻ്റെ കൊക്കിൽ വെള്ളം കോരിയെടുത്തിട്ട് പറക്കും. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ വന്നത്. ഈ പെലിക്കൺ അതുപോലെ താഴ്ന്ന് പറന്ന് കൊക്കിൽ വെള്ളം കോരി കൊണ്ടുപോകുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ എടുത്തത്.
പക്ഷേ ആശാൻ്റെ മൈൻഡിൽ വേറെ ആയിരുന്നു പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാം ഞങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ വീഴുന്ന സൗണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വീഡിയോ കിട്ടാത്തതുകൊണ്ട് അതെന്താണെന്ന് സംഭവം എന്ന് ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് ഞാനിവിടെ ഈ വീഡിയോയുടെ ഒപ്പം ചേർക്കുകയാണ്, നിങ്ങൾക്ക് കാണാതെ. സൺസെറ്റ് സമയം അടുക്കുമ്പോഴേക്കും ഈ വെയിൽ കാഞ്ഞ് കിടക്കുന്ന മുതലകളെല്ലാം ഈ റിവറിലേക്ക് ഇറങ്ങി. പിന്നെ അവർ ഫുൾ ആക്റ്റീവാണ് ഈ റിവറിൽ. രംഗണതിട്ടു ബേർഡ് സാങ്ച്വറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ മറന്നുപോയ ഒരു ടീമാണ് ഇതിൽ കാണുന്ന മീനുകൾ. ഈ റിവർ നിറയെ നല്ല വലിയ വലിയ മീനുകളാണ്. ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്ന പക്ഷികളുടെ ഒക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ബോട്ടിങ്ങിൻ്റെ അടുത്ത് തന്നെ ഇവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ടൈമായി, ബേർഡ്സ് എല്ലാം കൂടണയാനുള്ള ഒരു തിരക്കിലാണ്. ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ ഈ കിളികളുടെ കളകളാരം എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അതാണ്. അങ്ങനെ രംഗണതിട്ടുവിലുള്ള ഇന്നത്തെ ഞങ്ങളുടെ കറക്കം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നു. ഒരുപാട് നല്ല ഫോട്ടോസും കുറേ നല്ല നിമിഷങ്ങളുമായിട്ട് ഞങ്ങളിത് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ നമ്മൾ തുടങ്ങുന്ന യാത്രകൾ നമുക്കധികവും തരുന്നത് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കുന്നത് ആരൊക്കെയോ പറഞ്ഞത് ഞങ്ങളുടെ കാര്യത്തിൽ വളരെ ശരിയായി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.